ഇനി നേരത്തെ സൂചിപ്പിച്ച തിരുവനന്തപുരത്ത് നിന്ന് വന്ന വാർത്തയിലേക്കാണ്. വിഴിഞ്ഞത്ത് നിന്നും മീൻപിടുത്തത്തിന് പോയ കാണാതായ രണ്ടാമത്തെ ബോട്ടും കണ്ടെത്തിയെന്നുള്ള വാർത്ത. മറ്റ് മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ ബോട്ട് കണ്ടെത്തിയത്. നേരത്തെ കന്യാകുമാരി ഭാഗത്ത് ബോട്ടുണ്ട് എന്ന വിവരം ലഭിച്ചിരുന്നു. അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് ചേരുന്ന വിവരങ്ങളുമായി. അശ്വിൻ, ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളതെന്നറിയാം. പക്ഷേ ബോട്ട് മറിഞ്ഞ നിലയിലാണ് ഈ മറ്റുള്ള മത്സ്യത്തൊഴിലാളികൾ ഈ ബോട്ടിനെ കണ്ടെത്തിയത് എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഈ ബോട്ടിലുണ്ടായിരുന്നവരെല്ലാം സുരക്ഷിതരാണോ അശ്വിൻ? പ്രജിൻ, തീർച്ചയായും 4 പേരും സുരക്ഷിതരാണ് എന്നുള്ള ആശ്വാസ വാർത്തയാണ് വിഴിഞ്ഞത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് തമിഴ്നാട് കന്യാകുമാരിക്കപ്പുറം മടപ്പാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നൊരു ഫോൺ കോൾ ഇവിടേക്ക് എത്തുന്നത്. ആ ഫോൺ കോളിലാണ് ഈ 4 പേരെ കണ്ടെത്തി എന്നുള്ള വിവരം ലഭിക്കുന്നത്. ഈ 4 പേരും പരിഭ്രാന്തരായിരുന്നു. അവരുടെ വള്ളം മറിഞ്ഞ നിലയിലായിരുന്നു. ആ വള്ളത്തിന്റെ പുറത്ത് അഭയം പ്രാപിച്ച നിലയിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ ഇവരെ കണ്ടെത്തുന്നത്. പിന്നീട് ഇവരെ രക്ഷിച്ച് അവരുടെ ബോട്ടിലേക്ക് കയറ്റി അതിനുശേഷം ഇവരുടെ ബന്ധുക്കളുടെ നമ്പർ വാങ്ങി ഇവിടേക്ക് വിളിക്കുകയായിരുന്നു. ആ ഫോൺ കോളിൽ 4 പേരും സുരക്ഷിതരാണ് എന്നുള്ള വിവരമാണ് ആശ്വാസകരമായി വരുന്നത്. ഫാത്തിമാബാദ എന്നാണ് ബോട്ടിന്റെ പേര്. അതിലുണ്ടായിരുന്നത് ജോണി, ജോസഫ്, മത്തിയാസ്, ഒപ്പം മുത്തപ്പൻ എന്നീ പേരുള്ള 4 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. അവരെ ഇനിയിപ്പോൾ ഇതിനുശേഷമുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും 4 പേർക്കും അപകടമൊന്നുമില്ല എന്നുള്ള ആശ്വാസ വാർത്തയാണ് വരുന്നത്. ഒപ്പം ഇന്ന് രാവിലെ കണ്ടെത്തിയ ഒരു ബോട്ടുണ്ട്. ആ ബോട്ടിലെ 4 പേരും സുരക്ഷിതർ തന്നെയാണ്. അവർ ഇങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്, വിഴിഞ്ഞത്തേക്കുള്ള യാത്രയിലാണ്. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവരിവിടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ആ 4 പേർ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തയറിഞ്ഞ് വലിയ സന്തോഷത്തിൽ തന്നെയാണ്, ആശ്വാസ തീരത്താണ് വിഴിഞ്ഞമുള്ളത്. അതേസമയം ഇനി ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. അത് ഇന്നലെ മറിഞ്ഞ ബോട്ടിൽ നിന്ന് കാണാതായ സ്റ്റെല്യൂസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിലും ഊർജിതമായി നടക്കുന്നുണ്ട്. നേരത്തെ രാവിലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ മറൈൻ ആംബുലൻസ് അടക്കം കടലിലേക്ക് പോയിരുന്നു. ആ തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ഒപ്പം അല്പസമയം മുമ്പ് ഈ ഫോൺ കോൾ വന്നത് ഇവിടെയുള്ള ഒരു അടുത്തേക്കാണ്. ചേച്ചി, നമുക്കൊരാൾ ആദ്യം ഫോൺ കോൾ വന്നത് എന്തായിരുന്നു സംസാരിച്ചത്? അവർ സംസാരിച്ചത് വെള്ളം മറിഞ്ഞ് വേറെ ഒരു ആൾക്കാരെ കയറ്റി ഒരു ബോട്ടിൽ ഏൽപ്പിച്ച് അവരെ സുരക്ഷിതമായിട്ട് അവരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. മറിഞ്ഞ ബോട്ടിൽ പുറത്ത് അവരെ സേഫായിട്ടിരിക്കുകയായിരുന്നു. അവരുമായിട്ട് സംസാരിക്കാൻ പറ്റും? അവരുമായിട്ട് സംസാരിച്ചില്ല. ഇന്നിപ്പോ തമിഴ്നാട് ഭാഗത്താണ്. തമിഴ്നാട് ഭാഗത്ത് സ്ഥലം മണപ്പാട് ബോട്ടുകാരാണെന്ന് പറഞ്ഞു. വലിയ ആശ്വാസം, വലിയ ആശ്വാസം. അതാ വലിയ അത്ഭുതമാണ് പ്രവർത്തിച്ചിവിടെ. അത് കുഴപ്പമില്ല ചേച്ചി. സാധനം ഇത് പോയി അതിനേക്കാളും 10 മടങ്ങായിട്ട് ദൈവം എനിക്ക് തരും. പ്രജിനതാണ്, വലിയ ആശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. രാവിലെ ഈ സംഭവം നടന്നിട്ട് 3 ദിവസമായി അപകടം ഉണ്ടായിട്ട്. അന്ന് മുതൽ ഈ പള്ളിയുടെ മുമ്പിൽ ഇവർ പ്രാർത്ഥനയുമായി ഇരിക്കുകയാണ്. വീട്ടിൽ പോലും പോകാതെ വലിയ പ്രാർത്ഥനയും കരച്ചിലുമൊക്കെ ഇരിക്കുന്ന ആളുകളെയാണ് നമ്മൾ കഴിഞ്ഞ 3 ദിവസം ഈ വിഴിഞ്ഞത്ത് കണ്ടത്. എന്തായാലും അവരിലേക്കാണ് ഈ 4 പേരും 8 പേരും സുരക്ഷിതരാണ് എന്നുള്ള വാർത്ത എത്തുന്നത്. ഇനിയിപ്പോൾ കാണാതായ സെല്യൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് കൂടിയുള്ള വിവരങ്ങളാണ് ലഭിക്കേണ്ടത്. അതും അധികം വൈകാതെ തന്നെ കണ്ടെത്താനാകും എന്നുള്ള വലിയ പ്രതീക്ഷയും ഈ ജനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി 2 ബോട്ടിലുമുള്ള 8 പേരെയും ഇവിടേക്ക് എത്തിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശ്വാസകരമായ വാർത്ത.